ഇന്ന് കലോത്സവ വേദിയിൽ ഒരു മനോഹരമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തൃശ്ശൂരിലെ ACPക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ച് നൽകുകയാണ് അതുല്യ എന്ന ഒരു കലാകാരി. അതുല്യ കുറച്ച് കേൾവിക്ക് പ്രശ്നമുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ സനീഷ് സാറിൻ്റെ ഫോട്ടോ കാണുവാനും അത് വരയ്ക്കാനുമുള്ളൊരു സാഹചര്യമുണ്ടായി. അത് നേരിട്ട് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു അതുല്യയ്ക്ക് ആഗ്രഹം. അങ്ങനെ അത് ഈ കലോത്സവ വേദിയിൽ വെച്ച് സാധിക്കുകയാണ്. സാർ ഇത് അറിഞ്ഞിരുന്നു അതുല്യ പടം വരച്ചത്? എനിക്കറിയാമായിരുന്നു. ഞാൻ ഇവരുടെ ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ACP ആയിരുന്ന സമയത്ത് സമ്മതിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഡ്യൂട്ടി വന്നതുകൊണ്ട് അന്ന് എനിക്കത് ചെല്ലാൻ സാധിച്ചില്ല. അന്ന് എനിക്ക് തരാൻ വേണ്ടി അന്ന് വരച്ച സാധനമാണത്. ഇപ്പോഴാണ് ഇതിനൊരു സമയം വന്നത്. എന്തായാലും നമുക്ക് ആ ചിത്രം ഒന്ന് സാറിന് കൊടുക്കാം. സാർ അതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. എന്തായാലും വടക്കുന്നാഥന്റെ മണ്ണിൽ വെച്ച് ആ ചിത്രം സാറിന് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ഒരു കൈ കൂടി കൊടുക്കാം അല്ലേ? വളരെ മനോഹരമായിട്ടാണ് അതുല്യ സനീഷ് സാറിന്റെ ചിത്രം വരച്ചത്. അത് ഫ്രെയിം ചെയ്ത് മനോഹരമാക്കി കൊണ്ടുവരികയും ചെയ്തു. അതുല്യ കേസ്. അതെ, ഈ കലോത്സവ വേദിയിൽ എവിടെ നോക്കിയാലും കലാകാരൻ തന്നെയാണ്. പോലീസിലെ ഇടയിലെ കലാകാരന്മാരെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. ഇന്നിപ്പോൾ വീണ്ടും ഒറ്റ ദിവസം കൊണ്ടാണ് അതുല്യ ഈ ചിത്രം വരച്ചത്. ഇതിനു മുൻപ് സാറിന് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് ആ ചിത്രം കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളൊരു വലിയ സന്തോഷം കൂടിയുണ്ട്. അതുല്യയുടെ അമ്മയോട് നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ ചോദിക്കാം. അതുല്യക്ക് ഇതാണ് നിയോഗം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കലയാണ് ലഹരി എന്ന് പറയുന്ന ആപ്തവാക്യത്തിൽ തൃശ്ശൂർ ജില്ലാ പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ വെച്ചാണ് ഇത് തരുന്നത് എന്നുള്ളത് ഇതിന്റെ മാറ്റ് കൂടുന്നുണ്ട്. തീർച്ചയായും സാർ. ഇത് അതുല്യക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതുല്യയുടെ അമ്മയോട് തന്നെ ചോദിക്കാം. രണ്ടാം വയസ്സ് മുതൽ അതുല്യ ജനനം തൊട്ടിട്ട് തന്നെ കേൾവിയില്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെ 2.5 വയസ്സിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ട് അങ്ങനെയാണ് അവൾ കേട്ട് തുടങ്ങിയത്. പിന്നെ 14 വയസ്സ് വരെ കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ആ ഇംപ്ലാന്റ് ചെയ്ത മെഷീൻ ഓഫായി. അത് എന്താണെന്നുള്ളത് കമ്പനിക്കും ഡോക്ടർമാർക്കും ഒന്നും അറിയണില്ല. എന്നിട്ട് പിന്നെ ഇപ്പോൾ തീരെ കേൾക്കണില്ല. മെഷീൻ വെച്ച് കഴിഞ്ഞാലും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഇവൾക്ക് ആകെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ പഠിക്കാൻ തീരെ പറ്റാണ്ടായി പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ വെക്കേഷനിലൊക്കെ ഇരുന്ന് വരച്ചിട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വരച്ചിട്ട് 2 വർഷം ആയി. പിന്നെ ഇപ്പോൾ അതായിട്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അവളെ തലയിലൊരു കുഴപ്പമില്ല, ഈ മെഷീനൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ എന്താണ് അത് അങ്ങനെ ഓഫായി പോകണമെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കമ്പനി ഓസ്ട്രേലിയൻ കമ്പനി ബാംഗ്ലൂരൊക്കെയാണ്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ മെഷീൻ ഇപ്പോഴും തലയുടെ ഉള്ളിലുണ്ട്. മെഷീൻ തലയുടെ ഉള്ളിലുണ്ട്. അത് വെച്ചാലും കമ്പനിക്കാർ വരുന്നുണ്ട് ഇവിടെ. അവർ വന്നിട്ട് എറണാകുളത്ത് വരും, അല്ലെങ്കിൽ തൃശ്ശൂർ വരും. അങ്ങനെ വന്നിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങൾ പൂങ്കുന്നത്തെ എഫാത്ത എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ ഓഡിയോളജിസ്റ്റ്. കേൾക്കാണ്ടായിട്ട് 2 വർഷമായി. ഇപ്പോൾ ഇല്ലില്ല, അങ്ങനെ പോയില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ ഇവൾക്ക് യോജിച്ചിട്ടുണ്ട് നിൽക്കുന്നത് ഇല്ല. ചെയ്ത് 14 വർഷം കേട്ടു. 14 വർഷം കേട്ടു. 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാം കഴിഞ്ഞു. അതുവരെയും കേട്ടു. എന്നിട്ട് പിന്നെ അവൾ പറഞ്ഞു ഞാൻ എക്സാം എഴുതണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞ എക്സാമിന് മോഡലിന് നല്ല മാർക്കുള്ളതാണ്, അപ്പോൾ അത് കാരണം എഴുതാതിരിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ എക്സാം എഴുതി 8A+ഉം 2A ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ അവൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് +1 +2 75% മാർക്ക് ഉണ്ട്. 2 സർജറി ചെയ്തു. എന്നിട്ടും ശരിയാവണില്ല. അവർ നോക്കുന്നുണ്ട്. ഇനി സർജറിയുടെ ആവശ്യമില്ല. പക്ഷെ ആ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയെങ്കിലും അത് ശരിയായി വരണം. അതിനവരാവുന്നത് നോക്കുന്നുണ്ട്. പറ്റുന്നില്ല. 10ാം ക്ലാസ്സിൽ പഠനം നിർത്തിയെന്ന്. പക്ഷെ അവള് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ BA സോഷ്യോളജി PSC ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇഗ്നു സ്റ്റഡിയാണ്. അല്ലാണ്ട് പോയിരുന്നിട്ട് പഠിച്ചിട്ട് അവൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവൾക്ക് വടക്കുന്നാഥൻ അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ചിത്രം വരച്ചിട്ട് കൊടുക്കാൻ പറ്റിയതിന് താങ്ക് യു ഉണ്ട്. വരച്ചു കൊടുത്തപ്പോ സന്തോഷമായി എന്ന് പറയും. സന്തോഷമായി. എന്നാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കല്ലായിരുന്നു. ഇത് കൊടുക്കാൻ പറ്റില്ല ഓർക്കാൻ പറ്റില്ല, ടെൻഷനായിരുന്നു. ഇപ്പൊ കൊടുത്തപ്പോ സന്തോഷമായി. എന്തായാലും അമ്മ പറയുന്ന കേട്ടല്ലേ, അമ്മ ചുണ്ടനക്കുന്ന കേട്ടിട്ടാണ് അതിലേക്ക് മനസ്സിലാകുന്നത്. അതിലെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഈ പിന്തുണയുമായി ഒരുപാട് ആളുകളും ഇവിടെ ചേരുന്നുണ്ട്. അതിലയുടെ ജ്യേഷ്ഠനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഞാൻ ഈ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയും. അതായത് അവിടെ തട്ടകമാണ് നമ്മുടെ വലിയ ആനകൾ, രാമചന്ദ്രൻ ആനകൾ അറിയാമല്ലോ ലക്ഷ്യമായിട്ട്. അപ്പോൾ നമ്മുടെ തട്ടകത്ത് വെച്ചിട്ട് യുവതാര എന്ന് പറഞ്ഞ ക്ലബ്ബ് നടത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നേരത്താണ് സാറ്. ഞാനടക്കം വേദിയിലുള്ളതാണ്. അന്നാണ് സാറിന് വരാൻ പറ്റാണ്ടായത്. അന്ന് കുട്ടി വരച്ചവിടെ കൊണ്ടുവന്നു. സാറിന് വേണ്ടി ഞാൻ ഏറ്റുവാങ്ങി പിന്നീട് സാറ് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. അപ്പോൾ ഈ ക്ലബ്ബ് എല്ലാ വർഷവും ഓണാഘോഷം സംഘടിപ്പിക്കും. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും വിശിഷ്ട വ്യക്തികളെ കൊണ്ടുവരും. ഇവരെ ഇപ്രാവശ്യം പ്രയോറിറ്റി കൊടുത്ത് സാറിനായിരുന്നു. സാറിന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല, പെട്ടെന്ന് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. കുട്ടി ടെൻഷനിലായിരുന്നു. കാരണം ഇത് ഒരാൾക്ക് വരച്ചിട്ട് നന്നാവും ചെയ്തത്. ഏറ്റവും ആൾ വരച്ചാലാണ് ഏറ്റവും മികച്ച രൂപത്തിൽ വന്നതാണ്. കൊടുക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. സാറാണെങ്കിൽ എല്ലാവരും കൂടി ഒത്തുചേരണം. അങ്ങനത്തെ നല്ലൊരു വേദി കിട്ടാൻ വേണ്ടിയിട്ടാവും നേരം വെക്കുണ്ടാവുക. അതാണ് കേസ്. അപ്പോൾ സാക്ഷ്യം വഹിക്കാൻ ന്യൂസ് 8ക്കും കഴിഞ്ഞു എന്നുള്ളത് ഇരട്ടി സന്തോഷമാകുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സന്തോഷം നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതുല്യ ചിത്രരചന പഠിച്ചിട്ടില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടാണ് സനീഷ് സാറിന്റെ ചിത്രം വരച്ച് അത് സാറിന് കൈമാറിയത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശ്ശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.